നിർത്തിക്കോ എനിക്ക് നാണാവുന്നു. അച്ചോടാ പാവം കുട്ടി, ഞാൻ എവിടെ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു യാത്രയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ പോയി വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. പക്ഷേ എല്ലാം ഒന്ന് നേരെയായി തലേക്കൊന്ന് വർക്ക് ചെയ്ത് അടുത്തൊന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കാനുള്ള സമയം കിട്ടിയതേ ഉള്ളൂ. അപ്പോൾ വെൽക്കം ടു ആർ മധുരൈ ഡേയ്സ്. നമ്മൾ 4 ദിവസം പോയ ഒരു യാത്രയാണ് ഈ ഒരൊറ്റ വ്ലോഗ് കാണിക്കാൻ ശ്രമിക്കുന്നത്. സോ ലെറ്റ്സ് സീ. എൻ്റെ ബോഡി പറയുന്നുണ്ട് അഞ്ചു മോളെ ഉറങ്ങ്. എൻ്റെ മൈൻഡ് പറയുന്നു ഇത് രണ്ടും പോയി കിടന്നുറങ്ങുന്ന് പറയുന്നല്ലേ ഞാൻ. നമ്മളെവിടെ പോവാണ് ഗേൾസ്? നമ്മൾ മധുരയ്ക്ക് എനിക്ക് വയസ്സായി, എന്റെ വീടിന്റെ വയസ്സ്. വി ആർ 30s ഗേൾസ്, യു നോ. നല്ല അമൃതാത്തിന്റെ മണമൊക്കെ 90s കിഡ്സ്, നോ 30s തള്ളാസ്. എനിക്ക് ഫോൺ ഇങ്ങനെ പിടിക്കാൻ തന്നെ അമ്മമാർക്ക് ഇഷ്ടമാണ് സിനിമയാണ്. ഞങ്ങളുടെ പക്ഷെ റിയാലിറ്റി പറയാൻ പറ്റും. ഞങ്ങളുടെ പെട്ടികളെല്ലാം ഇവിടെ സെറ്റപ്പ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 11:59. ഹായ്, ഇപ്പൊ തന്നെ 12 മണിയോ? ഏപ്രിൽ 7 ആരുടെയും ബർത്ത്ഡേ ഉണ്ട്. ഇനി ഏതാനും മിനിറ്റുകൾക്കകം നമ്മൾ ട്രെയിൻ പിടിക്കേണ്ടതാണ്. അതിനുവേണ്ടി അതെ, ഞങ്ങൾ അടുത്ത ട്രിപ്പ് ആരംഭിക്കുകയാണ് ഗൈസ്. വാഗമൺ എന്ന വൻമരത്തിന് ശേഷം ഇനി ആര്? അതെ, ഇനി അടുത്തതാണ് സമയം നട്ടപ്പാതിര 12:15. എവിടെ ഒരു യുവതിനെ കാണില്ലല്ലോ. അതെ, ഞങ്ങൾ മധുരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോട്ടിൽ കൂടി ഈ പെട്ടിയൊക്കെ തള്ളിക്കൊണ്ട് പോകാൻ വട്ടാണോ എന്ന് ചോദിച്ചാൽ, നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ ദേവുവിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഒരു 12:40 നമ്മുടെ വണ്ടി എത്തും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. വേറസ്മൈ ട്രെയിനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അറിവ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ എന്താണെങ്കിലും അങ്ങോട്ടേക്ക് നടന്നാണ് പോയത്. നമ്മൾ ഓട്ടോയൊന്നും വിളിക്കാൻ നോക്കിയില്ല. ഇതൊക്കെ ഓരോരോ കോപ്രായങ്ങൾ ഞങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരു റീൽ ഉണ്ടാക്കാനായിട്ട് ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് ഇൻസ്റ്റഗ്രാമിലുണ്ട്. അങ്ങനെ നമ്മളുടെ ഒരു ഓവർനൈറ്റ് ജേർണി അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരം പരമ്പരാന്ന് പിളർക്കുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ നമ്മളൊരു പളനിയൊക്കെ എത്താറായിട്ടുള്ളൊരു അവസരമാണിതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 6:30 ആ ഒരു ടൈമൊക്കെ ആകുമ്പം എന്തിനെന്ന് അറിയില്ല, ഞാൻ വെറുതെ അനാവശ്യമായിട്ട് കണ്ണു തുറന്ന് അവിടെ പന്തം കൊടുത്തിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്ക് നല്ലൊരു സൺറൈസ് കിട്ടി ഗായ്സ്. പഴനി ഞാൻ അങ്ങോട്ട് പോയപ്പം വിചാരിച്ച പോലെ മലയൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും തിരിച്ചു വന്നപ്പോൾ ഞാനതൊക്കെ കണ്ടു. ഒരു കുറച്ച് ഫോട്ടോ സെഷൻസൊക്കെ കഴിഞ്ഞ് കുറച്ച് സൺ കിസ്ഡും സ്ലാബും ഒക്കെ എടുത്തതിന് ശേഷം എല്ലാവരും വീണ്ടും കിടന്നുറങ്ങാൻ പോയി. ഞാൻ മാത്രം ഉറങ്ങിയില്ല. അങ്ങനെ നമ്മൾ മധുരൈ റെയിൽവേ സ്റ്റേഷനിലെത്തി. കുറച്ചൊന്ന് ഫ്രണ്ടിലേക്കൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ വിളിക്കാനുള്ള മുരുകൻ അണ്ണൻ എത്തിയിട്ടുണ്ട്. കോളേജിൽ നിന്ന് ഏർപ്പാടാക്കിയ വണ്ടിയാണത്. ആ വണ്ടിയിൽ നമ്മൾ കോളേജിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അണ്ണൻ. മധുരയിൽ ഞാൻ മുന്നേ ഫാമിലിയായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഈ ഒരു സ്ഥലം കണ്ടതായിട്ടൊന്നും മുന്നേ ഒരു ഓർമ്മയില്ല. അപ്പോൾ ബേസിക്കലി ദിസ് ഇസ് ദ ക്യാമ്പസ്. ഇവിടെയാണ് നമ്മളുടെ അക്കോമഡേഷനും ഫുഡും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് കേട്ടോ മുരുകൻ അണ്ണൻ. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്യാമ്പസാണ്. അണ്ണനാണെങ്കിൽ കേരളം ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ബ്യൂട്ടിഫുൾ ക്യാമ്പസ്. ട്രെയിനിൽ നിന്ന് ഇറങ്ങി നേരെ വന്നിരിക്കുകയാണ്. കിടിലൻ ക്യാമ്പസ്. ത്യാഗരാജർ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ്. ഇത് ഹെഡ് ഓഫീസ്. ത്യാഗരാജരുടെ മകനാണ് മാണിക്യം. മാണിക്യത്തിൻ്റെ മകനാണ് രാമസ്വാമി അല്ലേ? അതാണ് നമ്മൾ പോകുന്ന. ഹായ്, പീകോക്ക് ഒന്ന് വിടർത്തുവോ?
അതൊരു മയിലാണ് ഗൈസ്. ആ ഹായ്. സോ ഗൈസ്, ഇതാണ് അടുത്ത 3 ദിവസത്തേക്കുള്ള ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസ്. റൂം നമ്പർ 212 ആൻഡ് 213. ഇത് സിംഗിൾ ബെഡ്റൂമാണ്. സോറി, വന്ന പാടെ ദേവ് ഔട്ടായി, അതുകൊണ്ട് അവളവിടെ കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ റൂം. ദിസ് ഈസ് മോർ ലൈക്ക് എ ഹോട്ടൽ റൂം. നോക്ക് എന്തൊക്കെ അമ്യൂണിറ്റീസ് ആണ്. കെറ്റിലുണ്ട്, കുറേ എന്തൊക്കെയോ ടീ ബാഗ്സ് ഉണ്ട്, വെള്ളമുണ്ട്, ഷാമ്പു, ബ്രഷ്, ചീപ്പ്, TV, 2 കണ്ണാടി, വിശാലമായ ബാത്റൂം. ഇനി എന്നെ വേണോ? ഇത് പോതോ എനക്ക്. ഓ 3 കണ്ണാടി. കുറച്ച് നേരം റൂമിലൊക്കെ ഇരുന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മളൊന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു. ആക്ച്വലി ഞങ്ങൾ വന്നപാടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. പക്ഷേ അത് വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു ശേഷി എനിക്കുണ്ടായിരുന്നില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. ലഞ്ചിന് എന്തായാലും നമുക്ക് മോരും സാലഡും ഒക്കെ കൂട്ടി നല്ലൊരു ലഞ്ച് കിട്ടി. അതിന് ശേഷം ഞങ്ങൾ മധുരൈ മീനാക്ഷി ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയാണ് ഈ കാണുന്നത്. 3 തരുണിമണികൾ ഒരുങ്ങി ഇറക്കിയിരിക്കുന്നതൊക്കെ നല്ല രസമായിട്ടില്ലേ ഞങ്ങളെ കാണാനായിട്ട്. അപ്പോൾ നമ്മളൊരു ഓട്ടോ പിടിച്ചു. ഞങ്ങൾ അവിടെ ചെന്നപാടെ നമ്മൾ ആക്ച്വലി അവിടെ റാപ്പിഡോ സർവീസസ് ഉണ്ട് കേട്ടോ. വേറെ ഓലയും റെഡ് ടാക്സി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും റാപ്പിഡോ ആണ് കുറച്ചും കൂടെ നമുക്ക് ചീപ്പായിട്ട് തോന്നിയത്. അപ്പോൾ ഈ പുള്ളി റാപ്പിഡോയിൽ 160 ആണെങ്കിലും ഒരു 40 രൂപ കൂടെ എക്സ്ട്രാ തന്നാൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ആൻഡ് നമ്മളെ അപ്പോൾ സഹായിക്കാനായിട്ട് നമ്മുടെ മിസ്സും വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഞങ്ങളെ കൊണ്ടുവരുമോ ചോദിച്ചു പുള്ളീൻ്റെ അടുത്ത്. അപ്പോൾ പുള്ളി അതുമൊക്കെ സമ്മതിച്ചിട്ടുണ്ട് എന്താണെങ്കിലും. ഹായ് ഗായ്സ്. ചത്തു ആഫ്റ്റർ ദർശൻ. ഒന്നും പറയാനില്ല. ഡേ 1 അറ്റ് മധുരൈ. മീനാക്ഷി അമ്മൻ കോവിലിൽ കയറി അമ്മേനെയൊക്കെ കണ്ടു. സന്തോഷമായി അല്ലേ? സന്തോഷമായി. പക്ഷെ പറ്റാത്തൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ ആളുകൾ ഇങ്ങനെ നമ്മുടെ പിന്നാലെ കൂടിക്കഴിഞ്ഞാൽ പിന്നാലെ നടക്കുകയാണ്. ദേ ആർ നോട്ട് ലീവിങ് അസ്. ഓ മൈ ഗോഡ്. മറ്റേ കൊച്ചിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്താ ആരും ഞങ്ങളെ വിട്ട് പോവാത്തത്. അപ്പം നിങ്ങൾക്ക് അവളോ അവഴുകാ സുഖിച്ചു മതി. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങി കിട്ടി ഇറങ്ങിയത് 2 ഉദ്ദേശം ഉണ്ടായിരുന്നു. ഒന്ന്, യെസ് മധുരൈ സ്റ്റൈലിൽ നമുക്കൊന്ന് അമ്പലത്തിൽ പോകണം എന്നുള്ളത്. 2, ഇതൊക്കെ വെച്ച് നമുക്ക് കുറേ റീൽസ് എടുക്കണം, ഫോട്ടോസ് എടുക്കണം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ എത്തിക്കഴിഞ്ഞപ്പം കംപ്ലീറ്റ് ഈ ഉത്സവം എന്തോ നടക്കാൻ പോവാണ്, അവിടുത്തെ തിരുവിഴ എന്ന് പറയുമല്ലോ. അപ്പോൾ അതിൻ്റെ കുറേ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് കുറേ പണി നടക്കുകയാണ്. ആൻഡ് ഫോൺ നമ്മൾ കയറുമ്പോൾ തന്നെ വെളിയിൽ വെക്കണം. ഞങ്ങൾക്ക് ഒന്ന് കണ്ട് ആസ്വദിക്കാനായിട്ടുള്ളൊരു ഗ്യാപ്പ് അവിടുത്തെ ഈ സ്ട്രീറ്റ് വെൻഡേഴ്സ് തരുന്നുണ്ടായിരുന്നില്ല. അവരിങ്ങനെ നമ്മളെ പുറകെ കൂടി ശല്യം ചെയ്യുന്ന കണക്ക് നമ്മളെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കാൻ നോക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ അവരെ പേടിച്ചിട്ടാണ് ഓടി അകത്ത് കയറി ഞങ്ങൾ ദർശനത്തിന് പോയി. അപ്പം നമുക്ക് ഒരുപാട് അവിടെ ഇരുന്നൊന്നും ആസ്വദിച്ചൊന്നും കാണാനായിട്ടോ സമാധാനമായിട്ടോ ഒന്നും ഇരിക്കാനോ പറ്റില്ല. കോൺസ്റ്റൻ്റ്ലി ആ ഒരു തോട്ടായിരുന്നു. എനിവേസ് ഞങ്ങൾ വിചാരിച്ച കുറേ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. ബൺ പൊറോട്ട അന്ന് കഴിക്കണം എന്ന് വിചാരിച്ചു, ജിഗർദണ്ഡ അന്ന് കുടിക്കണം എന്ന് വിചാരിച്ചു. ഇതൊന്നും നടന്നില്ല. തിരിച്ചെത്തുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വർക്ക്സ് പെൻഡിങ് ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ദേവുവിന്. അതുകൊണ്ട് ഞങ്ങൾ എത്തി. അവൾ നേരെ വർക്കിന് കയറി. ഞാനും അഞ്ചും പോയിട്ട് ഡിന്നർ അവിടെ നിന്ന് എടുത്തിട്ട് വന്നു റൂമിലേക്ക്. കുറച്ച് കഴിയുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഡിന്നറിന് പൂരിയായിരുന്നു. ലഞ്ച് വാസ് കുറച്ചും കൂടി ഒരു പ്രോട്ടീൻ ഫൈബർ റിച്ച് ഒക്കെ ആയിരുന്നു. പക്ഷേ രാത്രി പൂരി കഴിച്ചാൽ എന്താവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ബിക്കോസ് എനിക്ക് പൊതുവെ അത് പറ്റാറില്ല. സോ ആക്ച്വലി നമ്മൾ വന്നത് ഈ പറയുന്ന മാണിക്കം രാമസ്വാമി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻസിന് നമ്മുടെ എക്സ്പ്രസീവ് ആർട്സ് തെറാപ്പി വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ടാണല്ലോ. അതേലോ, ഞാനത് പറഞ്ഞിരുന്നില്ല, ബട്ട് അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. എന്തായാലും ചൂട് അസഹനീയമാണ്.
പിന്നാലെ ഫോൺ വിളിച്ചുകൊണ്ട് നടക്കുന്നതാണ് എൻ്റെ ഡിയറസ്റ്റ് ടീച്ചർ രശ്മി മിസ്. മിസ് എന്നെ UGക്ക് പഠിപ്പിച്ചിരുന്നതാണ്, ഞങ്ങളുടെ HOD ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ മിസ് ഇവിടുത്തെ HOD ആണ്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് മിസ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക്. അപ്പോൾ മിസ് നമ്മളെ അവിടുത്തെ കൗൺസിലിംഗ് റൂമും അവരുടെ സ്റ്റാഫ് റൂമും അവിടുത്തെ ഓരോ കഥകളും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു ഫോർനൂൺ സെഷൻ എനിക്ക് തോന്നുന്നു സ്നാക്സിന് മുന്നേ ഉള്ളൊരു സെഷൻ കഴിഞ്ഞ് പിന്നെ ഈ ചൂട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ സംഭാരമൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആൻഡ് ഇതായിരുന്നു അവിടുത്തെ സ്റ്റാഫ് റൂം. ബൈ ദിസ് ടൈം നമ്മൾ എന്തായാലും കോളേജിൽ നിന്ന് ഇറങ്ങി. നല്ലൊരു ദിവസമായിരുന്നു, നന്നായിട്ട് പ്രോഗ്രാമൊക്കെ പോയി. ഞാൻ ആ ഒരു ഫോട്ടോ ഇവിടെ ഇടാം കേട്ടോ. താങ്ക് യു ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ദിസ് വണ്ടർഫുൾ സെഷൻ വിത്ത് യു. നല്ലൊരു ദിവസമായിരുന്നു ഞങ്ങൾക്ക്. എന്താണെങ്കിലും വന്ന ഉദ്ദേശം പ്രോഗ്രാം നടന്നു. ഇനി ഞങ്ങൾ അടുത്ത ഒരു അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും രശ്മി മിസ്സുമാണ് അമ്പലത്തിൻ്റെ അകത്ത് കയറിയുള്ളൂ. ദിസ് ഇസ് തിരുപ്പുറക്കുണ്ട്രം മുരുകൻ ടെമ്പിളാണിത്. നല്ലൊരു അമ്പലമായിരുന്നു കേട്ടോ. ഭയങ്കര നല്ല ആംബിയൻസും ഒരു രക്ഷയില്ല. അതിൻ്റെ അകത്തെ ഓരോരോ തൂണിനും തുരുമ്പിനും കഥ പറയാനുണ്ടായിരുന്നു. അതെല്ലാം മിസ്സ് പറഞ്ഞു തന്നാണ് കൊണ്ടുവരും. അവർക്ക് കയറാൻ പറ്റില്ലായിരുന്നു. അവർ പുറത്തു കൂടെയൊക്കെ നടന്ന് നല്ലോണം എക്സ്പ്ലോർ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഇന്നലെ തൊട്ട് ആഗ്രഹിക്കുന്നതാണ് ഈ ജിഗർദണ്ഡ കുടിക്കണം, മധുരൈ ബൺ പൊറോട്ട കഴിക്കണം എന്നൊക്കെ. എന്തായാലും ജിഗർദണ്ഡ സാധിച്ചു. ഹലോ ഗായ്സ്, ആഫ്റ്റർ എ ഹോൾ ഡേ ഓഫ് പ്രോഗ്രാം ഡെഡ് us. എന്നാലും എന്നാലും പിന്മാറില്ല. നമ്മൾ ഒരുങ്ങി കെട്ടി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. മധുരയിൽ വന്നിട്ട് മേജർ ഫുഡ് സ്പോട്സ് ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല അല്ലേ? അതെ എടാ, നിനക്ക് എന്നാ ഗ്ലോ ആണോ? അത് ഞാനും അവിടെ വന്നിട്ട് കാണിച്ചു. എനിക്ക് വന്നില്ലേ ഗ്ലോ? അവളുടെ അത്രയില്ല. അങ്ങനെ പണ പോൺസിന്റെ അല്ലടാ മോയ്സ്ചറൈസർ ജെല്ലില്ലേ, ഹൈഡ്രാ ജെൽ. ഫ്രീ ആയിട്ട് പ്രൊമോഷനും കിട്ടി പോൺസിന് എനിക്ക് PR പാക്കേജ് അയക്കും. നോക്കിയിരുന്നു, ഇപ്പൊ കിട്ടും. ക്ലാസ് എടുക്കാൻ വന്ന അവിടെ എന്താണ് കോളേജ്. ഞങ്ങളിവിടെ വന്നിട്ട് ഒരു ഓട്ടോ ചേട്ടനെ പരിചയപ്പെട്ടു. അപ്പൊ ഓട്ടോ അണ്ണൻ വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഇതൊരു പട്ടിക്കാട്. അതെ, അത് ഞങ്ങളുടെ സാരഥി. ഇതൊരു പട്ടിക്കാടാണ്. ഇവിടുത്തെ വെളിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈതർ വി ഗെറ്റ് ഷെയർ ഓട്ടോ. പക്ഷെ ഈ സമയത്തൊന്നും കിട്ടില്ല. ഈ സമയം എന്തായിരുന്നു? 8:45 അല്ലേ? ഈ സമയമൊക്കെ ടു ലേറ്റ് ഹിയർ. അപ്പം നമ്മൾ അപ്പോളിനെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കുത്തിക്കിട്ട് തിരിച്ചു വരും. ബണ്ണും പാലും കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ലെറ്റ്സ് സീ. ഹായ്, നല്ല ലൈറ്റ്. ഇതാണ് നമ്മൾ പറഞ്ഞ പുള്ളി. അണ്ണനൊന്നുമല്ല, ചെറിയ പയ്യനാ. സോ രശ്മി മിസ്സാണ് ഈ ഒരു സ്പോട്ട് നമുക്ക് സജസ്റ്റ് ചെയ്തത്. ശലഭം എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു എൻ്റെ പേര്, ഞാൻ മറന്നു കേട്ടോ. ആക്ച്വലി നല്ല ഫുഡായിരുന്നേ. സാധാരണ നമ്മൾ മധുരയിൽ വന്നാൽ ഒത്തൻറ്റിക് സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യണം എന്നാണല്ലോ. പക്ഷേ സ്ട്രീറ്റിൽ കിട്ടുന്നല്ല എവിടെയും കിട്ടി നമുക്ക്. വിത്ത് എന്താ പറയുക, നല്ല ഹൈജീനിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നമ്മൾ മധുരൈ ബൺ പൊറോട്ടയും മറ്റേ കറി ദോശയും ഒക്കെ കഴിച്ചു. അതെല്ലാം കഴിച്ച് വിഴുങ്ങിയിട്ടാണ് തിരിച്ച് വന്നത്. നല്ലൊരു ആംബിയൻസും നല്ല ഫുഡും ഒക്കെ ആയിരുന്നു അവിടെ എന്താണെങ്കിലും. അപ്പോൾ തിരിച്ച് വന്നിട്ട് നമ്മൾ കുറച്ച് നേരം എൻജോയ് ചെയ്യാനായിട്ട് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ റൂമിലെല്ലാം നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ TV മാത്രം നമ്മൾ എടുത്തില്ല എന്നതുകൊണ്ട് ആക്ച്വലി അവളമാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവർ ശ്രദ്ധിച്ചപ്പോൾ പെട്ടെന്ന് കോൺഷ്യസ് ആയതാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും TV കാണുന്നതും കൂടെ കാണിച്ചിട്ട് ഇന്ന് രാത്രിയിലത്തെ ഒരു ഇത് നമുക്ക് അവസാനിപ്പിക്കണം. ബിക്കോസ് നാളെ രാവിലത്തെ പരിപാടി നമ്മൾ സ്കൂളിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് കമ്മിറ്റ് ചെയ്തിരുന്നത്. അത് നടക്കോ ഇല്ലയോന്ന് അറിയില്ല. അപ്പോൾ ഈ മുതുക്കികൾ ഇരുന്നിട്ട് ടോം ആൻഡ് ജെറിയും കണ്ടിട്ടാണ് കിടന്നുറങ്ങാൻ പോകുന്നത്. നോ, വി ആർ നോട്ട് മുതുക്കീസ്. എനിവേസ്, ഞങ്ങൾക്ക് ഇച്ചിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിച്ച് കഴിഞ്ഞാൽ മാനസികപരമായിട്ട് ഞങ്ങൾ ഇപ്പോഴും 15 വയസ്സ് കടന്നിട്ടില്ല എന്ന് പറയാം. അപ്പോൾ നമ്മുടെ പഴയ കുറേ ടോം ആൻഡ് ജെറി ഓർമ്മകളൊക്കെ അയവർക്കി നമ്മൾ TV ഒക്കെ കണ്ട് നാളത്തെ പരിപാടി നടക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഡേ 2. ഇവിടെ നിന്നെ കണ്ടില്ലല്ലോ. നിലാവേ വാ. ഓ വാവ്. നിലാവേ വാ. എന്നാലും ഇനി നീ പിരിഞ്ഞാലും നീ
ആക്ച്വലി അവൾ പാടുന്നത് ഫുൾ എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് അണ്ണന് ഭയങ്കര സന്തോഷമായി അത് കേട്ടിട്ട്. ഹി വാസ് വെരി ഹാപ്പി. പുള്ളിക്ക് വേണ്ടിയിട്ട് അവൾ ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ടായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആളുടെ ആ ഒരു റെസ്പോൺസ് ഒന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് ഞങ്ങൾ ഈ പോകുന്ന സമയത്ത് ഒരു വണ്ടി അവിടെ എന്താ പറയുക ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ ഭയങ്കര സന്തോഷമായി എന്തായാലും അണ്ണനും. ഞങ്ങൾക്കിത് ചെയ്യുന്നതിൻ്റെ പിന്നിലൊരു ചെറിയ ദുരുദ്ദേശം ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇനി പോകാനും അണ്ണൻ തന്നെ വേണമല്ലോ കൂടെ കൊണ്ടുവരാൻ. ഹായ് ഗായ്സ്, നമ്മളുടെ മധുരൈ ട്രിപ്പിൻ്റെ ഡേ 3 അല്ലേ? ഇന്ന് വി ഹാഡ് സം പ്ലാൻസ് അറ്റ് കോളേജ് വിച്ച് അൺഫോർച്ചുനേറ്റ്ലി ഡിഡൻറ്റ് ഹാപ്പൻ. അതുകൊണ്ട് നിന്നെ കൂടെ ഒന്ന് കാണുമായിരുന്നെങ്കിൽ. അതുകൊണ്ട് ഞങ്ങൾ ചേഞ്ച് ഓഫ് പ്ലാൻസ്, ഹോപ്പ്ഫുള്ളി ബെറ്റർ പ്ലാൻസ് നടന്നാൽ മതിയായിരുന്നു. നമ്മൾ നടക്കുന്നുണ്ട്. അതെ, അപ്പോൾ 2 ദിവസമായിട്ട് നമുക്ക് നടത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യത്തിൽ നിന്ന് പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അത് നടന്നാൽ നമുക്ക് അവിടെ നിന്ന് കാണാം. ബൈ ദ ബൈ, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് നമ്മുടെ കോളേജിലെ എക്സ്പീരിയൻസ്? കോളേജിലെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആയിരുന്നു. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കര മാറി. അതായത് നമ്മുടെ പോഡ്കാസ്റ്റിന്റെ എക്സൈറ്റ്മെന്റ് ഭയങ്കര കൂടുതലായിരുന്നു. ഫസ്റ്റ് പോഡ്കാസ്റ്റ്, ഫസ്റ്റ് ഔട്ട് ഓഫ് കേരള പ്രോഗ്രാം, അങ്ങനെ ഫസ്റ്റ് സാരി പ്രോഗ്രാം. 3 പേര് സാരി ഒക്കെ എടുത്ത്. പക്ഷെ സാരിയിൽ നമ്മൾ മൂവ് ചെയ്തു. ഞങ്ങൾ ഫുൾ വർക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് സാരിയിൽ ഞങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ രസം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ഫസ്റ്റ് ടൈംസ് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളിലും ഒക്കെ വന്നതെല്ലാം വർത്തായി. ഇന്ന് മാത്രം കുറച്ച് ചേഞ്ച് ഓഫ് പ്ലാൻസ്, ബട്ട് ഇറ്റ്സ് ഓക്കെ അല്ലേ? സംടൈംസ് അങ്ങനെയും ആവാലോ. പക്ഷെ ആ ഒരു മറ്റേ ഓൺ ദ സ്പോട്ട് മിസ്സിൻ്റെ ഐഡിയ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിള്ളേരെ പഠിപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഭയങ്കര നമുക്ക് എന്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. ഓൾട്ടർനേറ്റീവ് പ്ലാൻസ് ഇങ്ങനെ പടപടേന്ന് ഓണായിക്കൊണ്ട് തന്നെ ഇരുന്നു. അതൊരു നൈസ് പരിപാടിയായിരുന്നു. അതെ, അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത പരിപാടിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് നമ്മൾ നേരത്തെ റെഡി ആയിട്ടിരിക്കുന്നത്. അന്നേരം വണ്ടി വരുന്നില്ല. വെയിറ്റിംഗ് ഫോർ ആ മുരുകൻ അണ്ണനെ നേരത്തെ ഒരു പാട്ടൊക്കെ പാടിക്കൊടുത്ത് 5 ചാക്കിലാക്കിയതുകൊണ്ട് അണ്ണൻ നമ്മുടെ അടുത്ത പ്ലാനിന് സഹായിക്കും നമ്മൾ വിചാരിക്കുന്നു. അതെ, പിന്നെ അതിന്റെ വേറെ അടുത്തൊരു ഡാർക്ക് കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ സീറ്റ്സ് കുറച്ച് ദൂരെയാണ്. റിട്ടേൺ ടിക്കറ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ കൺഫേം ആവാത്തതിന്റെ വിഷമമായിരുന്നു. RAC ആയിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ കൺഫേം ആണ്, പക്ഷെ ട്രെയിൻ അങ്ങോളം ഇങ്ങോളം ആണ് ഞങ്ങളുടെ സീറ്റ് കിടക്കുന്നത്. അത് ഒത്തിരി ദൂരായി പോയി. പക്ഷെ എന്തെങ്കിലും വഴി ഉണ്ടാക്കും. പിന്നെ TTRനല്ലേ ഞങ്ങൾ 2 വഴക്ക് പറഞ്ഞാലും കുഴപ്പമില്ല. വീട്ടിൽ പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ടീച്ചറിന് മതിയെങ്കിൽ ചീത്ത കിട്ടും. അവിടെ തുടങ്ങിയത് ഞങ്ങള് വഴക്ക് പറയ. അതായത് ഇങ്ങനെയാ പറഞ്ഞു ഞങ്ങളോട് തിരിച്ചു വിളിച്ചങ്ങോട്ട്. RSCക്കാരെ കൂടെ തിരിച്ചു പറഞ്ഞു പറ്റേ അതെ മര്യാദക്ക് കയറി കിടന്ന് ഉറങ്ങാം ഇങ്ങനെ പറഞ്ഞു. എന്റെ അച്ഛനും അമ്മയും ആരും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങള് മിണ്ടാതെ ഞങ്ങൾ അപ്പൊ തന്നെ ഞങ്ങളുടെ പുറത്തൊക്കെ എടുത്ത് ഞങ്ങൾ കിടന്നുറങ്ങി. ഉറക്കം വരാതെ ഞങ്ങള് ടപ്പേന്ന് ഉറങ്ങി. കൊച്ചില് നമ്മൾ ഒന്നിച്ച് മറ്റേ ഹാങ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കസിൻസ് ഒക്കെ നിൽക്കുമ്പോൾ വീട്ടിൽ മുതിർന്നവർ വന്നിട്ട് പറയില്ലേ ഉറങ്ങാറായില്ല നിങ്ങൾക്കൊക്കെ. അതിന്റെ കുറച്ചും കൂടി ഒരു മൈൽഡ് ഒരു വേർഷൻ ആയിരുന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ നല്ല അനുസരണയുള്ള കുട്ടികളായിട്ട് വേഗം തന്നെ കിടന്നുറങ്ങി. ഞങ്ങൾക്ക് തിരിച്ചു പോകുമ്പത്തെ TTR എങ്ങനെ അയാൾ തന്നെ ഉണ്ടെങ്കിലും ആ ട്രെയിനില് നമ്മള് അമൃത എക്സ്പ്രസ് ഞാനൊരു പാട്ട് ഒരു കേൾവി കേക്കിട്ടുമ്പോ അപ്പൊ തന്നെ സോ അപ്പൊ അങ്ങനെ മധുരൈ വാസ് ഗുഡ്. ഓൾ ലൈക്ക് സോ ഫാർ സോ ഗുഡ്. പക്ഷെ നമ്മൾ വിചാരിച്ച കുറെ സാധനങ്ങൾ കുറച്ച് റീൽസും അങ്ങനത്തെ പരിപാടിയൊന്നും കിട്ടാത്ത വിഷമമുണ്ട്. അത് നമ്മൾ അതിനായിട്ട് വരണം. അതെ 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 ഇനി ഇതൊരു തുടക്കം മാത്രം. നമ്മൾ ഫുൾ ഔട്ട് ഓഫ് കേരള അല്ലേ? പറഞ്ഞ് ഞങ്ങൾ വർക്ക് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഇത് കട്ട് ചെയ്ത് നമ്മുടെ ആഗ്രഹത്തിന് വെച്ചേക്കാം. മാനിഫെസ്റ്റേഷൻസ്. ഇനി കേരളത്തിൽ വല്ലപ്പോഴൊക്കെ ഞങ്ങളെ കാണുള്ളൂ അല്ലേ? നമ്മളിപ്പോ ഞങ്ങള് എയർലായിരിക്കും. ഇത് ഔട്ടാക്കിയ എയർലായിരിക്കും.
ഇത് മെമ്മറീസിന് വെച്ചാൽ അതെ. അപ്പൊ നമുക്ക് മുരുകണ്ണനെ ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ഞങ്ങളുടെ അടുത്ത പ്ലാൻ ഓൺ ആവുകയാണ്, നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിൽ നിന്ന് കാണാം. ഓക്കെ, ബൈ ബൈ. കുറച്ചധികം ഇത് നടക്കില്ലയോ എന്നോർത്ത് ഞാൻ വിഷമിച്ചിരുന്നു. എങ്കിലും നമ്മുടെ പ്ലാൻ ഓണായി. വേറെ എവിടെയല്ല, ദിസ് ഈസ് തിരുമലൈ നായ്ക്കർ മഹൽ. അപ്പോൾ മധുരയിലെ ഒരു ഫേമസ് പാലസാണിത്. ഇവിടെ 10 രൂപയൊറ്റേ ഉള്ളൂ ടിക്കറ്റിന്. മധുരയിൽ വരുമ്പോൾ എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കയ്യിൽ ക്യാഷ് ആയിട്ട് കരുതാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ എനിക്കിവിടെ തീരെ മനസ്സിലാവാത്ത ഒരു ടെക്നോളജിക്കലായിട്ടുള്ള ഒരു നോളജാണ്. അതായത് ഈ മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് നിലത്ത് വെക്കാൻ പാടില്ല, പക്ഷെ കയ്യിൽ മാത്രം പിടിച്ചുകൊണ്ട് നടക്കാൻ പാടുള്ളൂ എന്ന്. എനിക്ക് എന്താ അതിൻ്റെ പിന്നിലൊക്കെ റീസൺ എന്ന് വെച്ചിട്ട് ഇവർ പറഞ്ഞു തരുന്നില്ല. അതിൻ്റെ പേരിൽ ഞാൻ ചെറുതായിട്ട് അവിടെ ഒന്ന് ഉടക്കേണ്ടി വന്നു. ബട്ട് എനിവേസ് ദ പ്ലേസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. എവിടെ ഫ്രെയിം വെച്ചാലും നല്ല ഫോട്ടോസ് നമുക്ക് കിട്ടും. ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് ചേർക്കാം കേട്ടോ. നല്ല കുറേ മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റി മധുരയിലെ യാത്രയിലുടനീളം. അഞ്ജു ഇസ് എ ബ്യൂട്ടിഫുൾ ഫോട്ടോഗ്രാഫർ. അവളുടെ അച്ഛനൊരു ഫോട്ടോഗ്രാഫറാണ് ബേസിക്കലി. എന്തായാലും അവിടെ നിന്ന് ഒരുപാട് ഓർമ്മകളൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് ട്രെയിൻ കയറി. 3 സ്ഥലങ്ങളിലായിരുന്നു ട്രെയിനെങ്കിലും ഞങ്ങൾ ഒടുവിൽ എങ്ങനെയോ ഒരിടത്ത് ഇരുന്ന് എത്തി. ആൻഡ് ഫൈനലി രാത്രി 12 മണിക്ക് നമ്മൾ തുടങ്ങിയ യാത്രയല്ലേ, തിരിച്ച് രാത്രി 12 മണിക്ക് എത്തി. ദേവുവിൻ്റെ വീട്ടിൽ തന്നെ തിരിച്ച് വന്നിട്ട് നമ്മൾ കിടക്കാൻ പോവുകയായിരുന്നു ഗൈസ്. 4 days പരിപാടിയായിരുന്നു. നമ്മൾ മൺഡേ രാത്രി 12 മണിക്ക് പുറപ്പെട്ടു. തേഴ്സ്ഡേ രാത്രി ഫ്രൈഡേ ഏർലി മോർണിംഗ് 12 മണിക്ക് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. We are going to sleep. Bye. Thanks for watching.